ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ ഒരു മൂന്നാമത്തെ പ്രസൻറ്റ് ടെൻസ് കണ്ടു. ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, കംപ്ലീറ്റായി, തീർന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. അവൻ്റെ ജോലി നല്ല പെർഫെക്റ്റാണ് എന്ന് വെച്ചാൽ നന്നായിട്ട് ചെയ്തു എന്നുള്ള അർത്ഥമുണ്ട്. അത് വേറെ അർത്ഥം. നമ്മൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം ഇതാണ്. അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും, കുറച്ച് കഴിയുമ്പം കൂടുതൽ മനസ്സിലാവും. ഇനി ഏത് ടെൻസും പഠിക്കുന്നവരെ നമുക്ക് രണ്ടാമത്തെ നമ്മളെ പോയിൻ്റ് തന്നെ. ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്തു, രണ്ടാമത് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വിതരണം. നമുക്ക് 6 സബ്ജക്ട്സ് ഉണ്ട്. 6 സബ്ജക്ട്സേ ഉള്ളൂ. 6 സബ്ജക്ട്സ് 6 രീതിയിൽ ഇംഗ്ലീഷിൽ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഈ ടെൻസിൽ ഒന്നിലധികം രൂപങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ഈ 6 സ്ഥലത്തേക്ക് നമ്മൾ കണ്ടു. ഒറ്റ സ്ഥലത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, അതായത് ഹാസ്, തേർഡ് പേഴ്സൺ സിംഗുലർ. ഇനി മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്, അതായത് സെൻറ്റൻസ് എടുത്ത് അതിനെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ് എന്താണ്? നോട്ടാണ്. അല്ല, അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നത് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ടെൻസിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. കാരണം ടെൻസിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പം അതിൻ്റെ മധ്യഭാഗത്ത് നോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ കണ്ടു. എന്താണ്? ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഐ ഹാവ് നോട്ട് റിട്ടൺ എ സ്റ്റോറി. അതിൻ്റെ ഷോർട്ട് ഫോം ഓ കളയുക, അപ്പോസ്ട്രോഫി ഇടുക. അപ്പം ഐ ഹാവിൻറ്റ് റിട്ടൺ എ സ്റ്റോറി. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ കണ്ടില്ലേ? നമ്മൾ കണ്ടില്ല, ഹി ഹാസ് ഡൺ ദി വർക്ക്. ഹി ഹാസ് നോട്ട് ഡൺ ദ വർക്ക്. ഹി ഹാസിൻറ്റ് ഡൺ ദ വർക്ക്. അതും ഓ, നോട്ടിൻ്റെ ഓ മാറ്റിയിട്ട് അവിടെ അപ്പോസ്ട്രോഫി ഇടുക. അപ്പോഴത്തേക്കും ഹി ഹാസിൻ ഡൺ ദി വർക്ക് എന്നായി. അത് വളരെ സിമ്പിളാണ്. പക്ഷേ വേറെ അധികം പോയിൻറ്റ്സ്, ഒരു ക്ലാസ്സിൽ ഒരു പോയിൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അടുത്ത പോയിൻ്റ് ഇന്ന് പറയുന്നില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഐ ഹാവ് ടോക്ക്ഡ് ഇൻ ദ ക്ലാസ്. ഐ ഹാവിൻ ടോക്ക്ഡ് ഇൻ ദ ക്ലാസ്. അല്ലേ? ദേ ലുക്ക്ഡ് ഔട്ട്സൈഡ്. ദേ ഹാവിൻറ്റ് ലുക്ക്ഡ് ഔട്ട്സൈഡ്. ഹി ഹാസ് സ്പോക്കൺ ദ ട്രൂത്ത്. ഹി ഹാസിൻറ്റ് സ്പോക്കൺ ദ ട്രൂത്ത്. They have eaten bananas. They haven't eaten bananas. They jumped up and down. They haven't jumped up and down. He has shown the way. He hasn't shown the way. He asked me. He has asked me to do this. He hasn't asked me to do this. He has made excuses. He hasn't made excuses. അങ്ങനെ നമുക്ക് ഓരോന്നും എഴുതാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്കതുകൊണ്ട് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി കാണുന്നിടം വരെ ബൈ.